രൂപം കൊണ്ടിട്ടില്ല. മറ്റ് ചില പ്രസ്ഥാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ ഇതുവരെയും വേര് വയ്ക്കുവാൻ കഴിഞ്ഞിട്ടില്ല. പൊതുവായി മധ്യവർഗ പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കണം എന്ന്, അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്ന് ഒരു ധാരണയും അതിനുള്ള പ്രസ്താവനകളും മറ്റും വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇടവക തലത്തിൽ യൂണിറ്റുകൾ ഉണ്ടാക്കി അവിടെ അതിന് വേണ്ട പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള സംഘടനാപരമായ നീക്കങ്ങളൊന്നും തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത് എനിക്ക് വളരെ സന്തോഷം തോന്നിയത് കുവൈറ്റ് ഇടവക തന്നെ ഇതിനെ ഈ കാര്യത്തിൽ ഒരു പക്ഷേ ഐ തിങ്ക് യു മേ ബി ദ ഫസ്റ്റ് പാരിഷ് where they have included in the budget an amount for the functioning of this organization. നിങ്ങളായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായിരുന്നാലും അക്കാര്യത്തിൽ വികാരിയെയും മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെയും അത് അവരെ പ്രേരിപ്പിക്കുവാൻ തക്കവണ്ണം അവർ വേണ്ട വിധത്തിൽ പ്രേരണ നൽകിയ ഇതിൻ്റെ പ്രവർത്തകരെയും ഞാൻ ഹൃദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വലിയ ആവശ്യകത എല്ലാവർക്കും അറിയാം. പക്ഷേ അതുപോലെ തന്നെ കൽപ്പന ഒരു കാലത്തുണ്ടായിരുന്നു, ഇടവക മാനേജിംഗ് കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ മദ്യപാനികളാവരുത് എന്ന് കൽപ്പനയുണ്ടായിരുന്നു. പക്ഷേ ആ കൽപ്പനയ്ക്ക് വലിയ പ്രസക്തിയൊന്നും വന്നിട്ടില്ല. സഭാ മാനേജിംഗ് കമ്മിറ്റിയിൽ പോലും മദ്യത്തിന് അടിമകളായിട്ടുള്ള പലരും വന്നെത്തിയിട്ടുണ്ട് എന്നെനിക്ക് നേരിട്ടറിയാം. ഇടവക തലത്തിലും അത് വളരെ ശരിയാണ്. ഈ പറയുന്ന തലത്തിൽപ്പെട്ടവരും മാനേജിംഗ് കമ്മിറ്റിയിൽ ഉണ്ട്. ശബ്ദം ഉണ്ടാക്കുന്നവരും അതുപോലെ തന്നെ ഒച്ച എടുക്കുന്നവരും മറ്റുമൊക്കെയുള്ള ആളുകൾ ആണ് മാനേജിംഗ് കമ്മിറ്റിയിൽ വരുന്നത്. പക്വമതികളും ആത്മീയ ദർശനമുള്ളവരുമായ ആളുകൾ നമ്മുടെ ഇടവക തലത്തിൽ എന്തിന് പൊതുയോഗത്തിൽ പോലും അവരെ പലപ്പോഴും സംബന്ധിക്കാറില്ല എന്നുള്ള ദുസ്ഥിതിയാണ് നാട്ടിൽ ഉള്ളത്. ഏതായിരുന്നാലും ഇത് വളരെ ശ്ലാഘനീയമായ ഒന്ന്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ പ്രസിദ്ധീകരണം ഞാൻ കണ്ടു, എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരു എന്തെങ്കിലും ഒന്ന് വായിക്കാൻ കയ്യിൽ കൊടുക്കുന്നതിന്, അത് അവർക്ക് ഒരു പ്രേരണ നൽകുന്നതിന് ഇത് സഹായകമാണ്. ഇത് എല്ലാം ഇതിനകത്ത് ഉണ്ടെന്നോ ഒന്നും നിങ്ങളും അവകാശപ്പെടുന്നില്ല. എങ്കിലും ജസ്റ്റ് എ ഹാൻഡ് ബിൽ വിച്ച് ദേ ക്യാൻ ഗോ ത്രൂ ഇറ്റ് അറ്റ് എ ഗ്ലാൻസ് സംതിങ് വിൽ ഗ്രിപ്പ് ദെയർ മൈൻഡ്. അതിന് സഹായകമായിട്ടുള്ള നല്ല ചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒന്നാണ്. ഞാൻ അതിൽ വളരെ അധികം അഭിനന്ദിക്കുന്നു. ഏതൊരു പ്രസ്ഥാനത്തിനും ഏതൊരു സംരംഭത്തിനും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനം വേണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പ്രസംഗിക്കുകയാണെങ്കിലും ഇറ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ബൈബിൾ. അപ്പോൾ ഇതിന് ഞാനൊരു ബിബ്ലിക്കൽ ബേസിസ് എടുക്കുകയാണ് ചെയ്യുന്നത്. മദ്യ ദുരന്തത്തിൻ്റെ ആദ്യത്തെ രംഗം വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിലാണ്. 20 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കാമെങ്കിൽ നോഹയുടെ ചരിത്രത്തിലാണ്. ചാപ്റ്റർ 9 വേഴ്സ് 20 ഓൺവേഴ്സ് ബുക്ക് ഓഫ് ജെനിസിസ്. അവിടെ നമ്മൾ വായിക്കുന്നു, നോഹ അതിന് മുമ്പുള്ള ഭാഗത്ത് ആദ്യത്തെ ഭാഗത്ത് വായിക്കുന്നത് ആ തലമുറയിലുള്ളതിലേക്കും വെച്ച് ഏറ്റവും നീതിമാനായ ഒരു മനുഷ്യൻ, എല്ലാം ഉത്തമനായൊരു വ്യക്തി, ആ കുടുംബം അത് മാത്രമാണല്ലോ രക്ഷപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ പിന്നെ ഒരു സർവൈവ് ചെയ്യുന്ന കുടുംബം അതേ ഉള്ളൂ. പിന്നീട് പ്രളയം കഴിഞ്ഞപ്പോൾ ഭൂമി നന്നായി വിളഞ്ഞു, മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ആ മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നീടാണ് മുന്തിരി കണ്ടപ്പോൾ അതിൽ നിന്ന് ബ്രൂവറി വീഞ്ഞുണ്ടാക്കുന്ന, ആദ്യം വേദപുസ്തകത്തിൽ വീഞ്ഞുണ്ടാക്കുന്ന വിദ്യ കണ്ടുപിടിച്ചത് നോഹയാണ്. അത് കഴിഞ്ഞിട്ട് വേദപുസ്തക പ്രകാരം ഹി ഈസ് ദ ഫസ്റ്റ് മാൻ ഹു മെയ്ഡ് വൈൻ ഇൻ ഹിസ് ഓൺ ഹൗസ്. അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് കഥ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ഇല്ലേ? വീഞ്ഞു കുടിച്ചു, മത്തനായി, വിവസ്ത്രനായി അവിടെ കിടന്നു. അത് സംഭവിക്കുന്ന ഒന്നാ. ഇത് ചെന്ന് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ആളിന് തന്നെ നിശ്ചയമില്ല. പലപ്പോഴും ആലോടായി കഴിയുമ്പോഴാണ് പറയുന്നത്, ഞാൻ എന്തോ ചെയ്തത്, ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ പിന്നീട് ബോധ്യം വരുന്നത്. അപ്പോൾ ഈ പുള്ളിക്ക് 3 ആൺമക്കളാ ഉള്ളത്, ഷേം, ഹാം, യാഫെത്ത്.
അതില് ഈ ഹാം എന്ന് പറയുന്ന വിദ്വാനാണ് അതുവഴി പോയപ്പോൾ അപ്പൻ ഇങ്ങനെ വിവസ്ത്രനായി കിടക്കുന്നത് കണ്ടു. അവനാകപ്പാട് ഇക്കിളിപ്പെടുന്നത് പോലെ അവനത് കണ്ടിട്ട് ചെന്ന് സഹോദരങ്ങളോട് പറയുന്നത്, നോക്ക് അപ്പൻ ഇങ്ങനെയല്ലേ കിടക്കുന്നത് എന്ന് വളരെ പരിഹാസത്തോടെ അപ്പന്റെ ആ ചെയ്തിയിൽ ഉള്ള പുച്ഛവും അമർഷവും ഒക്കെ വെളിപ്പെടുത്തിക്കൊണ്ട് അവരോട് പറഞ്ഞപ്പോൾ ആ രണ്ട് സഹോദരങ്ങളും കൂടി ചെന്ന് എന്താ ചെയ്തത്, അവര് തിരിഞ്ഞു അപ്പന്റെ നഗ്നത കാണാതിരിക്കാൻ മുഖം തിരിച്ചു ഇങ്ങനെ പുറകോട്ട് ചെന്ന് ആ നഗ്നത മറച്ചു. അത് കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്ക് ബോധം വന്ന് എഴുന്നേറ്റപ്പോൾ അറിഞ്ഞത് ഈ ഹാം ചെന്ന് ഈ നഗ്നത മറയ്ക്കാതിരുന്നെന്ന് മാത്രമല്ല അതേപ്പറ്റി പുച്ഛമായിട്ടും വിമർശിച്ചും സഹോദരങ്ങളോട് സംസാരിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് ദേഷ്യം വന്ന് ശപിച്ചു. നമ്മൾ സാധാരണ എങ്ങനെയാണല്ലോ ഗുണം പിടിക്കുകയില്ല എന്ന് പറയുന്നത്. ആ ശപിച്ചത് കനാന്യരെ ശപിച്ചു എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഹാമിന്റെ മകനാണ് കനാൻ. അപ്പൊ കനാന്യര് ശപിക്കപ്പെട്ടവരാന്നുള്ളതാണ് അറിയുന്നത് കൊണ്ട് ഹാമിനെ വാസ്തവത്തിൽ ശപിച്ചത് ഹാമിനെയാണ്. പക്ഷെ കനാന്യർക്കാണ് അതിന്റെ ആ ശാപത്തിന്റെ പിന്നെ ദൂഷ്യഫലം അനുഭവിക്കുവാൻ ഇടയായത്. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ മകൻ ശപിക്കപ്പെട്ടവനായി തീരുവാൻ ആരാണ് കാരണക്കാരൻ? മകനാണോ അപ്പനാണ് കാരണക്കാരൻ? മകനല്ല. ഈ മകൻ ശപിക്കപ്പെട്ടവനായി തീരുവാനുള്ള കാരണം the whole responsibility rests with the father. He got drunk, he got addicted and remained naked. അത് കഴിഞ്ഞപ്പോൾ ദേഷ്യപ്പെട്ട് മകനെ ശപിക്കുകയായിരുന്നു. പലപ്പോഴും പല കുടുംബങ്ങളിലും മക്കൾ ശപിക്കപ്പെട്ടവരായി ആ ഒരു തിക്തഫലം അനുഭവിക്കുന്നവരായി തീരുന്നതിന്റെ പുറകിലുള്ള കാരണം മാതാപിതാക്കളുടെ അല്ലെ അപ്പന്റെ ചെയ്തിയാണ്, അപ്പന്റെ പ്രവൃത്തി കൊണ്ടാണ് പലപ്പോഴും സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. ഇവിടെ എന്തുകൊണ്ടാണ് മദ്യത്തിലേക്ക് അനേകരും തിരിയുന്നത്? That's a question we should analyze. പലത് പറയാൻ നിങ്ങൾക്കും കാണും എന്നെക്കാൾ കൂടുതലായിട്ട്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് പിയർ പ്രഷർ എന്ന് നമ്മൾ പറയും. അറിയാമല്ലോ പിയർ പ്രഷർ. ബ്ലഡ് പ്രഷറിന് മരുന്നുണ്ട്. പിയർ പ്രഷർ വല്ലാത്തൊരു പ്രഷറാണ്. കൂട്ടുകാരുടെ, സ്നേഹിതരുടെ, സഹപ്രവർത്തകരുടെ സമ്മർദ്ദം, സ്വാധീനം, അതാണ് പലപ്പോഴും ഇതിലേക്ക് പോകുന്നത്. അതുകൊണ്ട് ഈ പിയർ പ്രഷർ എന്നുള്ളത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത് എങ്ങനെയുള്ളവരുമായിട്ടുള്ളതാണ് നമ്മുടെ സഹൃത്വം, സ്നേഹം, ഫ്രണ്ട്ഷിപ്പ്. ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ്. അപ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. അത് ഒന്ന്. രണ്ടാമത്തത് വീട്ടിലെ തെറ്റായ മാതൃകയാണ് പലരെയും ഇതിലേക്ക് നയിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഞാൻ ഒരു വീട്ടില് ഗൾഫിലാണ് സന്ദർശിക്കാൻ പോയപ്പോൾ, കുവൈറ്റിലല്ല കേട്ടോ, എനിക്ക് ജീരകവെള്ളം കൊണ്ട് തന്നു. നല്ല കളറുള്ള ജീരകവെള്ളം. അപ്പൊ ജീരകവെള്ളം നന്നായിട്ട് ജീരകം ഇട്ടതാ. അപ്പൊ നല്ല കളറുണ്ട്. എനിക്ക് തന്ന ഉടനെ 3 വയസ്സുള്ളൊരു കൊച്ച് നല്ല സുന്ദരനായ കൊച്ച്, എനിക്കും ബിയർ വേണം എന്ന് പറഞ്ഞ കൊച്ചു കിടന്ന ശബ്ദം ഉണ്ടാക്കി. അപ്പനാകപ്പാട് ഇങ്ങനെ വലിയൊരു പ്രയാസം. കൊച്ചു ബിയർട്ടാതെ വിളിച്ചു പറഞ്ഞു എന്നുള്ളത്. കാരണം അവിടെ ഈ ബിയറിന്റെ നിറം ഇതാ അല്ലേ, എനിക്കറിയാൻ പാടില്ല. ഞാൻ അതായിരിക്കണം ഞാൻ വിചാരിക്കുന്നു. അത് പിടിച്ച പതയുടെ കാലമായിരിക്കും. ഇത് പതയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് നിത്യവും അവിടെ സേവിക്കുന്ന ഒന്ന്. ഈ കൊച്ചു കണ്ടത് കൊണ്ട് ഈ അച്ഛൻ വന്നപ്പോഴും കൊടുത്തത് അതായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് എനിക്കും വേണം എന്ന് പറഞ്ഞു. പക്ഷേ ചിലപ്പോൾ സിപ്പിക്കാൻ അത് കൊച്ചിനും അപ്പൻ കുളിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ഇത് പറയാൻ കാരണം. അപ്പൊ വീട്ടിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ, വീട്ടിലെ മാതാപിതാക്കളിൽ നിന്നുള്ള അനുഭവമാണ് പലരെയും അതിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ അതിന് മറിച്ചും വരാം. ഞാൻ ഇന്നത്തെ ചിന്താവിഷയം എഴുതിയതിനകത്ത് ഒരിക്കൽ എഴുതിയ കഥയാണിത്. 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. മൂത്ത ആള് മുഴുക്കുടിയനും ദുർവൃത്തനും വഴക്കാളിയും ഒക്കെ ആയിട്ട് പോകുന്നു. ഇളയ ആള്
നേരെ മറിച്ചുമാണ്. ഉത്തമനും സൗമ്യനും അതുപോലെ തന്നെ എല്ലാവരോടും നല്ല പെരുമാറ്റവും ഒക്കെ ഉള്ളതാ. അപ്പോഴ് ഈ മൂത്ത മോനോട് മറ്റുള്ളവർ ചോദിച്ചാൽ നീ എന്താ ഇങ്ങനെ ആയത്? പാകുമ്പോൾ ഞാൻ പിന്നെ എങ്ങനെയാകാനോ ഒക്കുന്നത്? എൻ്റെ അപ്പനെ അറിയത്തില്ലേ? എൻ്റെ അപ്പൻ ഞാൻ കണ്ടിട്ടുള്ളപ്പോഴേക്കും കുടിച്ച് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുന്ന, ഞാൻ ആ മാർഗമല്ലേ തിരിയാൻ ഒക്കുള്ളൂ. ഞാനതെൻ്റെ അപ്പൻ്റെ മാർഗത്തിൽ പോയി. ഇളയ മകനോട് ചോദിച്ചു, എടാ നീ എങ്ങനെയാ ഈ വിധത്തിൽ ഇന്ന് ഉത്തമനായ ഒരു നല്ല സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ വരാനിടയായത്? അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഒത്തിരി അനുഭവിച്ചതാ. എൻ്റെ അപ്പൻ വന്ന് കാട്ടിക്കൂട്ടുന്ന വിക്രിയകളും ഒക്കെ ഞാൻ വളരെ കണ്ടതാ. ഞാൻ അന്ന് എൻ്റെ ചെറുപ്പത്തിൽ തീരുമാനിച്ചു, ഇനി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനുഭവത്തിലേക്ക് പോവുകയില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഒരേ സാഹചര്യം ആണെങ്കിലും വ്യത്യസ്ത റിയാക്ഷൻസ്, പ്രതികരണങ്ങൾ വ്യത്യസ്തമായി വരാം. പക്ഷെ അധികം പ്രതികരണങ്ങളും വരുന്നത് ഈ മൂത്ത ആളിൻ്റെ വിധത്തിലുള്ള പ്രതികരണമാണ്. ടു ഫോളോ ദ ഫുഡ് സ്റ്റെപ്സ് ഓഫ് ദി ഫാദർ എന്നുള്ളത്. അപ്പൊ വീട്ടിലെ അതാണ് രണ്ടാമത്തെ പ്രിയ പ്രഷർ. പിന്നെ വീട്ടിലെ മാതൃക ദോഷം എന്നുള്ളത്. മൂന്നാമത്തത് ഈ സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ വരുമ്പോൾ പലപ്പോഴും വരാം ഫിനാൻഷ്യൽ ക്രൈസിസ്, മേ ബി ഓഫീസിലെ ചില പ്രഷർ ഒക്കെ വരുമ്പോൾ ഹൗ ടു ഇതിൽ നിന്ന് എങ്ങനെയാ ഒരു അയവ് കിട്ടുന്നത്? അപ്പോഴെഴുതോ കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് എന്നാൽ യു ക്യാൻ അതൊക്കെ മറക്കാം, പ്രശ്നങ്ങളൊക്കെ ഒന്നും മനസ്സിലൊരു ലാഘവപ്പെടുത്താം. ഈ ധാരണ പലരെയും കൊടുമ്പിരിക്കൊണ്ട മനസ്സിൽ നിന്ന് ഒന്ന് വിമോചനം കിട്ടുവാൻ, മനസ്സിനെ ഒന്ന് ലാഘവപ്പെടുത്തുവാൻ പറ്റിയതാണ് എന്ന് സങ്കല്പിച്ച് ആ മാർഗത്തിലേക്ക് പോകുന്നവരുണ്ട്. പിന്നെ ഇതൊരു മെഡിസിൻ ആണെന്ന് വിചാരിച്ചു പോകുന്നവരുണ്ട്. ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് ഹാർട്ടിന് നല്ലതാ. ഒരു ഔൺസ് ബ്രാൻഡി ദിവസവും കഴിച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല, അത് നല്ലതാണ് എന്ന് എവിടെയോ മെഡിക്കൽ ജേർണലിൽ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതാണ് ഇരിക്കുന്നത്. ആ ഹാർട്ടിന് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് റെഡ് വൈൻ നല്ലതാണ് എന്നും കൂടി പറഞ്ഞു കേൾപ്പിക്കുമ്പോഴേക്ക് ഗ്രാജുവലൊക്കെ അതിലേക്ക് അങ്ങോട്ട് വഴി പോകുന്നു. അപ്പോൾ ഇത് കുഴപ്പമൊന്നുമുള്ളതല്ല എന്നാ ചിന്തിക്കുന്നത്. നല്ലതല്ല, എപ്പോഴും നമ്മൾ അതിന് ദോഷമേ എടുക്കുകയുള്ളൂ. ഈ മദ്യപാനത്തിന്റെ ദോഷം കാണിക്കാൻ വേണ്ടി ടെസ്റ്റ് നടത്തിയതിനെ പറ്റി നിങ്ങൾ കഥ കേട്ടിട്ടുണ്ടായിരിക്കും. മദ്യത്തിനകത്ത് മണ്ണിലെ ഇട്ടപ്പോഴ് അത് ചത്തുപോകുന്നു എന്ന് കണ്ടു. അപ്പൊ ഇതിനകത്ത് ഇനി അകത്തി എന്നാൽ മനുഷ്യനെ ഇല്ലാതാക്കുന്ന. അപ്പൊ അവനെന്താണെന്നറിയാമോ? എന്റെ വയറ്റിൽ കൃമിയുടെ സോക്കുകളുണ്ട്, അതുകൊണ്ട് അത് മാറ്റാൻ എന്ന് അവൻ കണ്ടുപിടിച്ചാതാ. മറ്റത് അതിന് നെഗറ്റീവ് സൈഡ് അത് അവൻ കണ്ടുള്ളൂ, പോസിറ്റീവ് സൈഡ് കണ്ടില്ല. ഇതുപോലെ ഈ റെസ്പോൺസ് വരുന്നത് പലപ്പോഴും ഉണ്ടാകാവുന്ന ഹാർട്ടിന്റെയും ഞാൻ പറഞ്ഞ വൈദ്യശാസ്ത്രത്തിന്റെ. പിന്നെ ഒരു ധാരണയുണ്ട്, നമുക്ക് ഈ നല്ല സാഹിത്യവും നല്ല ഒക്കെ എഴുതുന്നതിനും മറ്റുമൊക്കെ ഇതിലേക്ക് പോയാൽ വളരെ നല്ലതായിരിക്കും എന്നുള്ള ചിന്ത. നിങ്ങൾക്കൊക്കെ പരിചിതനായ ഒരാളായിരുന്നു ഡോക്ടർ KM തരകൻ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പ്രസിദ്ധനാ, നമ്മുടെ സഭയിലെ ഒരു അരുമ സന്താനമാ. എന്റെ പ്രായമായിരുന്നു, എന്നോട് വലിയ അടുപ്പമായിരുന്നു. വി വർ ഓൾമോസ്റ്റ് ലൈക്ക് ബ്രദേഴ്സ്. അപ്പൊ പുള്ളി കോതമംഗലം കോളേജിലെ പ്രൊഫസറായിരുന്നു, ഇംഗ്ലീഷിന്റെ പ്രൊഫസർ. ഭാര്യയും ചിലപ്പോൾ എന്നെ കൗൺസിലിംഗ് എൻ്റെ അടുക്ക് കോതമംഗലത്തുനിന്ന് കോട്ടയത്ത് വരുമായിരുന്നു. അപ്പൊ പുള്ളി അത് രാജിവെച്ചിട്ട് മലയാള മനോരമയുടെ വീക്കിലിയുടെ പത്രാധിപത്യം ഏറ്റെടുക്കാൻ വന്നു. അപ്പൊ എന്നോട് എഴുതി ചോദിച്ചു, ഫോൺ ചെയ്തു, വന്ന് കണ്ടു. അച്ഛൻ എന്ന് പറയുന്നു, ഞാനിത് എടുക്കട്ടെ. ഞാൻ പറഞ്ഞു, കോട്ടയം ഈസ് ദ ഗ്രേവ് യാർഡ് ഓഫ് മെനി ടാലന്റഡ് പീപ്പിൾ. കോട്ടയമാണ് മെത്താന്മാരുടെ എല്ലാം. എത്ര മെത്താന്മാരാ കോട്ടയത്തുള്ളതെന്ന് അറിയാമോ? എന്നാൽ മദ്യത്തിന് വേണ്ടി ഇത്രയധികം ചെലവാക്കുന്ന ഭക്ഷണവും വേറെ ചുരുക്കുമ്പോൾ ചാലക്കുടിയും ഒക്കെ അപ്പുറത്തുള്ളത് ഞാൻ മറക്കുന്നില്ല. എന്നാൽ കോട്ടയത്താണ് ഏറ്റവും അധികം ഉള്ളത്. അപ്പോഴ് ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ദ ഗ്രേവ് യാർഡ് ഓഫ് ഓൾ ഗിഫ്റ്റഡ് പീപ്പിൾ. അതുകൊണ്ട് കോട്ടയം അത്ര നല്ലതല്ലെന്നാണ് എൻ്റെ വിചാരം.